രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും അധികൃതർ പുറത്തുവിടേണ്ടതുണ്ട്. മരണസംഖ്യ നിലവിൽ 290 എന്നാൽ സ്ഥിരീകരിക്കാത്ത കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ അപകടത്തിന്റെ കാരണം വ്യക്തമാകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അജീഷ്, ഈ അപകടം നടന്ന് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കൊക്കെ അധികൃതർ ഇതിനകം കടന്നിട്ടുമുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ബോയിംഗ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭ്യമാകും എന്നും പ്രതീക്ഷിക്കുകയാണ്. ഡ്രീംലൈനർ വിമാനത്തിന്റെ ആദ്യ വലിയ അപകടമാണ് ഇത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ തുടരെ പിഴവുകൾ വരുത്തുന്ന എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? പ്രത്യേകിച്ച് പറക്കും മുൻപേ വിമാനത്തിൽ തകരാറുണ്ടെന്നൊരു യാത്രക്കാരൻ പങ്കുവച്ച എക്സ്പോസ്റ്റ് ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? പ്രവിത, ഈ അപകടം നടന്ന അതിനുശേഷം ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചപ്പോൾ തന്നെ ഈ ഏവിയേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരടക്കം ഇതിന്റെ ഈ പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് വിലയിരുത്തി ഒരു പ്രാഥമിക വിലയിരുത്തലൊക്കെ നടത്തിയിരുന്നു. അത് മുഴുവനും ഇന്നലെ അവർ തന്നെ പുറത്തുവിട്ടിരുന്നു. അതായത് ചില ദേശീയ മാധ്യമങ്ങളടക്കം അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ള ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളായി പ്രവൃത്തി പരിചയമുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ, ഇത്തരത്തിലുള്ള അനാലിസിസുകൾ അത് അവർ പറഞ്ഞിരുന്നു. അതിൽ പറയുന്നത് അതിൽ ഈ ഫ്ലൈറ്റിന്റെ ഈ 625 അടി ഉയരത്തിലാണ് ഈ ഫ്ലൈറ്റ് അത് അപകടത്തിൽപ്പെട്ടത്. അത് അപ്പോഴാണ് ഈ ഫ്ലൈറ്റുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ് വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഈ ഫ്ലൈറ്റിന് അതിന് വേണ്ട ഉയരം, അതിന് വേണ്ട ഓൾട്ടിറ്റ്യൂഡ് കൈവരിക്കാൻ കഴിഞ്ഞില്ല, അതിന് എഞ്ചിന് കൊടുക്കാൻ ത്രസ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിലയിരുത്തലിലാണ് അതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഏവിയേഷൻ മേഖലയിലെ വിദഗ്ധരടക്കം പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ത്രസ്റ്റ് കൊടുക്കാനായി കഴിയാത്തതിൻ്റെ കാരണം, അതിന് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിനകത്തെ ഡേറ്റകൾ പരിശോധിക്കുകയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ ബ്ലാക്ക് ബോക്സിന്റെ ഡേറ്റകൾ അത് വീണ്ടെടുക്കുകയാണ് ആദ്യ കടമ്പ. അതിനായി തന്നെ ഈ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് വിദഗ്ധർ അത് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കും. ശാസ്ത്രീയമായി ലാബുകളിലാണ് ഇതിന്റെ പരിശോധനകൾ നടക്കുന്ന. ഈ ബ്ലാക്ക് ബോക്സിലാണ് നിർണായകമായിട്ടുള്ള രേഖകൾ ഉണ്ടാവുക. അതിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഉണ്ടാവും. ഒപ്പം തന്നെ ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഈ ബ്ലാക്ക് ബോക്സിനകത്താകും ഉണ്ടാവുക. 2 ബോക്സുകളാണ്. നമ്മൾ നേരത്തെ തന്നെ മുമ്പൊക്കെ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള അതീവ ആഘാതങ്ങൾ നേരിടാൻ കെൽപ്പുള്ള, ചൂട് താങ്ങാൻ കെൽപ്പുള്ള, ഇത്ര വലിയ അപകടത്തിൽ പോലും ഇത് തകരാതിരിക്കുകയും അങ്ങനെയാണ് ഈ ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലെ ഡാറ്റകൾ ഇനി ചെയ്യാൻ പോകുന്നത് DGCയുടെയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയോ ശാസ്ത്രീയമായിട്ടുള്ള ലാബുകളിൽ അത് പരിശോധന നടത്തും. അത് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. ചിലപ്പോൾ 2-3 ദിവസങ്ങൾ എടുത്താകും അതിൻ്റെ ഡാറ്റകൾ വിദഗ്ധർ റിട്രീവ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് വിശദമായി തന്നെ പരിശോധിക്കും. അതിൽ ഈ ഫ്ലൈറ്റിന്റെ വേഗതയും ഓൾട്ടിറ്റ്യൂഡും അതിനകത്ത് അവസാനം ഈ ക്യാപ്റ്റന്മാർ സംസാരിച്ച കാര്യങ്ങളടക്കമുള്ള വിവരങ്ങൾ ഉണ്ടാവും. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളും കൂടി നോക്കിയിട്ടായിരിക്കും എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതിൻ്റെ ഒരു അന്തിമ രൂപത്തിലെ ഒരു കാരണം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു മെക്കാനിക്കൽ ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ ഒരു മാനുഷിക പിഴവാണോ, ഒരു പക്ഷി ഇടിച്ചതാണോ, എഞ്ചിന്റെ തകരാറാണോ, എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വരാൻ നമുക്ക് ഈ ബ്ലാക്ക് ബോക്സിലെ ഡേറ്റകൾ അത് റിട്രീവ് ചെയ്ത് പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ വ്യോമയാന മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നത്. അവർ ഈ ഏവിയേഷൻ മേഖലയിൽ തന്നെ പല വിദഗ്ധരുടെയും അംഗങ്ങളെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി ഭാവിയിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു വ്യോമ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുക്കാൻ എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിദഗ്ധ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതിയും ഈ സംഭവത്തിൽ ഒരു അന്വേഷണം നടത്തും, വിശദമായി തന്നെ അന്വേഷണം നടത്തും. അതിനുശേഷം അവരൊരു ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകും. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ഈ വ്യോമയാന മേഖല പ്രവർത്തിക്കുക. കൂടാതെ ബോയിങ്ങിന്റെ പ്രസിഡന്റും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹായിക്കും. നേരത്തെ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ബോയിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
യാത്ര, ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് തന്നെയാണ് ബോയിങ് 787 ഡ്രീം ലൈനർ എന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അത് 100 കോടി യാത്രക്കാരുമായി പറന്നു എന്നതിൻ്റെ ഒരു നാഴികക്കല്ല് പിന്നിട്ടു എന്നുള്ളൊരു ആഘോഷമൊക്കെ നടത്തിയ വിമാനമാണ്. രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ആദ്യമായിട്ടാണ് ഈ 787 ഈ മോഡലിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. മാത്രമല്ല കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ ഒരു മോഡൽ ബോയിങ് അവതരിപ്പിക്കുന്നത്. കൂടാതെ ഈ 1000-ലധികം വിമാനങ്ങൾ ഇതിനോടകം തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും ഇതുവരെയ്ക്കും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ, അത് മറ്റുള്ളവരെ അറിയിക്കാൻ കൂടി, അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയാൻ അവർക്കും വലിയ ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് അവരുടെ സംഘവും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അവരുടെ വ്യോമയാന മേഖലയിലെ സുരക്ഷ, ഈ വ്യോമയാന മേഖലയിലെ അതിൻ്റെ സുരക്ഷ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു ഏജൻസിയാണ്, ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. ഈ ഏജൻസിയിലെ വിദഗ്ധരും ഇന്ത്യയിലേക്ക് ഇന്നെത്തും. അവരും ഇന്ത്യയുടെ ഈ അന്വേഷണത്തോടൊപ്പം സഹകരിക്കും. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു അന്വേഷണമാകും നടക്കുക. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം, പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ, അല്ലാതെ മൊബൈലിൽ എടുത്ത ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെയ്ക്കും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ അടക്കം ഡേറ്റകൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവരൊരു അന്തിമ റിപ്പോർട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അത് ക്യാപ്റ്റന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ? പക്ഷേ എയർ ഇന്ത്യ തന്നെ പറയുന്നു അവർ മണിക്കൂറുകൾ, അതായത് 8,000-ലധികം 9,000-ലധികം മണിക്കൂറുകൾ പറന്നിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റെന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിരുന്നതായിട്ട് ഈ അടുത്ത കാലത്തൊന്നും രേഖപ്പെടുത്തിയില്ല. പക്ഷേ 6 മാസം മുമ്പ് അതിനൊരു സാങ്കേതിക തകരാറ്, ഒരു സാങ്കേതിക പിഴവ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിച്ചതിന് ശേഷമാകും അത് പിന്നീടും വിമാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയയിൽ ചില ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. അതായത് ഇത് ഡൽഹിയിൽ നിന്നാണ് ഈ വിമാനം ആദ്യം അഹമ്മദാബാദിലേക്ക് പോയത്. ആ സമയത്ത് ഈ വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പകർത്തിയ ഒരു ദൃശ്യമായിരുന്നു. അത് വിമാനത്തിനകത്തെ AC അത് വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അതിനകത്തെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ ദൃശ്യത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഈ വ്യോമയാന മേഖലയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർലൈൻസിൻ്റെ അതിൻ്റെ മിക്ക കമ്പനികളിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ സംഭവങ്ങളെന്നാണ് അതിനകത്ത് തന്നെ വിദഗ്ധർ പറയുന്നത്. അത് ചില സാങ്കേതികമായിട്ടുള്ള ചെറിയ പ്രശ്നമെന്നാണ്. അതിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട്, വിമാനം തകരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, അതിലേക്ക് കടക്കാനുള്ള അതിൻ്റെ ഒരു മുന്നറിയിപ്പല്ല, അതിൻ്റെ ഒരു സൂചനയല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഈ അപകടം നമ്മുടെ വ്യോമ ഗതാഗത സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴൊരു ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുന്നത്. ആ സമിതി അത് വിശദമായി പഠിച്ചതിന് ശേഷം ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറും. അതിനുശേഷം തുടർന്നുള്ള നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി ആ അപകട സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ് ചന്ദ്രൻ, ഇനി ഒരു രക്ഷാദൗത്യം എന്നുള്ള നിലയിൽ അത് പൂർണ്ണമായി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തും. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക പോലുള്ള നടപടികൾ ബാക്കിയുണ്ട്. അത് പക്ഷേ അത്ര പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യവുമല്ല. ഈ ബന്ധുക്കളിൽ നിന്ന് സാമ്പിളൊക്കെ ശേഖരിച്ച്, വിവരങ്ങൾ ശേഖരിച്ച് DNA പരിശോധനയൊക്കെ നടത്തി പൂർത്തിയാക്കേണ്ട ഒരു നടപടിയാണത്. ഇവിടെ രഞ്ജിതയുടെ സഹോദരനടക്കം അവിടേക്ക് തിരിക്കുന്നുണ്ട്. ഇതിന് ഈ ഫലം വരാൻ 72 മണിക്കൂർ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മൃതദേഹം ഇനി ബന്ധുക്കൾക്ക് കൈമാറുക ആ തരത്തിലുള്ള നടപടികളൊക്കെ ഇനി എങ്ങനെയായിരിക്കും നടക്കുക ശ്രീനാഥ്? റീജിത്ത്, ഇന്നിപ്പോൾ രാവിലെ ഈ ദുരന്തഭൂമിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ NDRFന്റെ കൂടുതൽ സംഘങ്ങളും മറ്റും എത്തുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസിന്റെ ഒരു വലയത്തിലാണ് ഈ മേഖലയാകെ തന്നെ ഉള്ളത്. സേനയുടെ വിവിധ സേനാ വിഭാഗങ്ങളും രാവിലെ ഇവിടെ കാര്യമായി തന്നെ ഉണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും മറ്റും കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നു. NDRFന്റെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലേക്ക് കൂടുതലായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, കൂടുതൽ നടപടികൾ ഇന്നുണ്ടാകും എന്നതാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. അത് ഒരുപക്ഷെ ഈ ആരെങ്കിലും പരിക്കുകളോടെ അല്ലാതെയോ ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനോ ഒന്നും തന്നെ ആകില്ല
എന്നതാണ് ഇന്നലെ നമ്മളെ അറിയിച്ചത്. കാരണം ഇന്നലെ രാത്രിയോടെ ആ തെരച്ചിലുകളും മറ്റും ഒരു 7-8 മണിയോടെ അവസാനിപ്പിച്ചതാണ്. കാരണം ഇനിയൊന്നും തെരഞ്ഞു കണ്ടെത്താനില്ല, പ്രതീക്ഷിക്കുന്ന ഒന്നും അതിലില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് ഈ രക്ഷാദൗത്യ സംഘം വിവിധ ഏജൻസികളുടെ ഒരു കോർഡിനേഷൻ അത് എത്തിയതാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് നിർത്തിവെച്ചതും ഇന്ന് രാവിലെ ഇപ്പോൾ അത് സാവധാനം പുനരാരംഭിക്കുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരുതൽ, ഒരു സുരക്ഷാ മുന്നൊരുക്കം അതുമായി ബന്ധപ്പെട്ട് കൂടി ഈ മേഖലയിലുണ്ട്. ആശുപത്രിയിലേക്ക് വന്നാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന തന്നെയാണ് നടത്തേണ്ടത്. അതിന് കൂടുതൽ കിറ്റുകൾ, ഇതും ഈ പ്രോസസ്സ്, ഈ ഒരു ടെസ്റ്റിംഗ് നടത്താനുള്ള സാധന സാമഗ്രികൾ കൂടുതലായി ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ച ഇന്ന് രാവിലെ സിവിൽ ആശുപത്രിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് കൂടുതൽ കിറ്റുകളും മറ്റും എത്തിക്കുന്നു. ബന്ധുക്കൾ പലരും ഇന്നലെ രാത്രിയോടെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ബന്ധുക്കൾ, ഒപ്പം ഈ ഹോസ്റ്റലിലും മറ്റും ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ, PG ഡോക്ടർമാരുടെ ഒക്കെ തന്നെ ബന്ധുക്കൾ കൂടി എത്താനുണ്ട്. അവർ കൂടി എത്തും. അവർക്കൊക്കെ ഇങ്ങോട്ട് എത്താൻ വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ എയർ ഇന്ത്യയും വെസ്റ്റേൺ റെയിൽവേയും ഒക്കെ ചെയ്തിരുന്നു. എയർ ഇന്ത്യ പ്രത്യേക വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. വെസ്റ്റേൺ റെയിൽവേ ആവട്ടെ പ്രത്യേക ട്രെയിൻ സർവീസ് അഹമ്മദാബാദിലേക്ക് അയക്കുകയും സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ അവർക്ക് ഇങ്ങോട്ട് എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന ആളുകളുടെ രക്തസാമ്പിളുകൾ അതിവേഗത്തിൽ കളക്ട് ചെയ്യും. അത് ശേഖരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നലെ നമ്മൾ സംസാരിച്ച ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. അത് കുറച്ച് വലിയൊരു നടപടിക്രമമാണ്. കാരണം ഇത്ര അധികം പേരുടെ സാമ്പിളുകൾ കൃത്യമായി കളക്ട് ചെയ്യുകയും അതിൻ്റെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തുകയും പിന്നീട് അത് മാച്ച് ചെയ്യാൻ വേണ്ടി സാമ്പിളുകൾക്കൊപ്പം അയക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത് കുറച്ച് ബൃഹത്തായ ഒരു നടപടിയാണ്. കാരണം ആളുകളുടെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ അത് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ സാമ്പിളുമായി മാച്ച് ചെയ്യാൻ 2-3 സാമ്പിളുകളെങ്കിലും അയക്കേണ്ട സാഹചര്യമൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ, ഈ പരിശോധിച്ച് ഫലം വരാൻ 72 മണിക്കൂറെങ്കിലും എടുക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഡോക്ടർമാർ പറയുകയുണ്ട്. അതുകൊണ്ട് 2-3 ദിവസം കൂടി ഈ നടപടിക്രമങ്ങൾ നീണ്ടു നിന്നേക്കാം. ഈ മരിച്ച മലയാളി രഞ്ജിതയുടെ ബന്ധുക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ സഹോദരനുമായി സംസാരിച്ചതാണ്. അദ്ദേഹം പറയുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില രേഖകൾ കിട്ടാനുണ്ട്, അവർ അത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നതാണ് അറിയിച്ചത്. അങ്ങനെയെങ്കിൽ വിമാനമാർഗം പിന്നീട് ആ രേഖകൾ കിട്ടിയതിന് ശേഷം അഹമ്മദാബാദിലേക്ക് അവർ വരികയും ചെയ്യും. പിന്നീട് ഇവിടെ സാമ്പിൾ കൊടുക്കുകയും മറ്റ് ആളുകളുടെ നടപടിക്രമം പോലെ അവരും ഈ സാമ്പിൾ നൽകിയതിന് ശേഷം കാത്തിരിക്കേണ്ടി വരും. ഫലം പോസിറ്റീവായാൽ, അവരുടെ രഞ്ജിതയുടെ തന്നെ മൃതദേഹമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നീട് അത് കളക്ട് ചെയ്യണം, അത് സ്വീകരിക്കണം, ഏറ്റുവാങ്ങണം. അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ. അങ്ങനെ DNA പരിശോധനാ ഫലം, DNA പരിശോധനയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കടമ്പ. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കടമ്പ. അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പരിക്കേറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ പലരുടെയും നില ഗുരുതരമായിരുന്നു. ഇന്ന് രാവിലെ എന്താണ് സ്ഥിതി എന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആശുപത്രിയിൽ നിന്ന് വന്നിട്ടില്ല. ഇന്നലെ രാത്രി ചിലരുടെ നില അതീവ ഗുരുതരം എന്നതായിരുന്നു ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും മരണസംഖ്യയും ആ വിധം കൂടിയിരുന്നു. ഈ വാർത്താ ഏജൻസി പറയുന്നതനുസരിച്ച് 290 പേർ മരിച്ചെങ്കിൽ ആ ഡോക്ടർമാർ സൂചിപ്പിച്ച അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് സൂചിപ്പിച്ച ചിലരെങ്കിലും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 260-ലേറെ പേർ മരിച്ചു എന്ന കാര്യം ഇവിടെ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുമുണ്ട്. അതിൽ 241 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നത്, യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സ്, അതിൽ 2 പൈലറ്റുമാരടക്കമുള്ള ആളുകളുണ്ട്. 241 പേർ. അതിന് പുറമേയുള്ളവർ ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് എന്നതാണ് അറിയുന്നത്.